ഹലോ, ഡിജിറ്റൽ മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് ദമാമിലുള്ള പാരഡൈസ് ഫാമിലാണ്. ഇന്ന് കാണാൻ പോകുന്നത് ഈ പാരഡൈസ് ഫാമിന് അകത്തുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സൗദിയിൽ അത്യാവശ്യം തിരക്കുള്ള ഒരു സ്ഥലത്താണ് ഞാൻ അപ്പോൾ നിൽക്കുന്നത്. നല്ല അടിപൊളി ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. തരത്തിലുള്ള ഫ്ലവറുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ഈ ഒരു ഫാമിൽ തന്നെ കൃഷി ചെയ്യുന്ന വെജിറ്റബിൾസ് ആണ് പിന്നെ നമ്മൾ ഈ കാണുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് സ്ട്രോബെറി തോട്ടം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. അല്ല, ഇതെല്ലാം സ്ട്രോബെറി പിടിച്ചു കിടക്കുന്നതാണ്, കാണാൻ പറ്റും. ഇതെല്ലാം സ്ട്രോബെറി തോട്ടമാണ് കേട്ടോ. സ്ട്രോബെറി പിടിച്ച് കിടക്കുന്നുണ്ടോ? പച്ചയാണ്, പക്ഷേ പഴുത്തിട്ടില്ല സ്ട്രോബെറി. ഓരോ ലെയറായിട്ടാണ് സ്ട്രോബെറി വളർത്തി ഇരിക്കുന്നത്. അത് ചെടിച്ചട്ടിയിലാണ് സ്ട്രോബെറി വളർത്തുന്നത്. ചെറിയ ചെടിച്ചട്ടി പോലുള്ള ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്താണ് വളർത്തുന്നത്. ഇത് കണ്ടോ, സ്ട്രോബെറി പച്ച കളറായിട്ടിരിക്കുന്നുണ്ടോ? ഇത് പിടിച്ച് വരുന്നതേ ഉള്ളൂ സ്ട്രോബെറി. ഇത് നമ്മൾ കുക്കുംബർ പിടിച്ച് നിൽക്കുന്നതാണ്, പക്ഷെ അത് വളർന്നിട്ടില്ല, പൂവായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. ഇതാണ് കുക്കുംബർ കേട്ടോ. ഇത് വളർന്നാണ് വലിയ കുക്കുംബർ ആവുന്നത്. ഇത് പാരഡൈസ് ഫാം എന്ന് പറയും. നമ്മൾ സൗദി അറേബ്യയിലാണ് ഇതുള്ളത്, ദമാമില്. കണ്ടോ, മൽബറി സൂം ചെയ്ത് കാണിച്ചെടുത്ത മൽബറി അല്ല. പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ഇതിൽ വളർന്ന് നിൽക്കുന്ന എന്താ പറയുക, കുക്കുംബറെല്ലാം പിച്ചി ഇവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവർ അതിനനുസരിച്ചുള്ള വില എടുത്തിട്ട് നമുക്ക് തരുന്നതാണ്. ഇവിടുന്ന് നമുക്ക് തന്നെ പിച്ചി കൊണ്ട് കൊടുക്കാം. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരത് അതിനുള്ള വിലയിട്ട് നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്. പല സ്ഥലങ്ങളിലായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ചെറിയ ടൊമാറ്റോ വളർന്നു വരുന്നതേ ഉള്ളൂ. ഇവിടെ ഈ താഴ്ഭാഗത്തും കിടപ്പുണ്ട് ടൊമാറ്റോ. തക്കാളി കൃഷിയാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഫുള്ളും തക്കാളി കൃഷിയാണ്. വേറൊരു ഫ്രൂട്ടാണ്, നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ടൈപ്പ് ഒരു ഫ്രൂട്ടാണ് കേട്ടോ. ഇതിൻ്റെ പേര് ഈ കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. ഒരു അകത്ത് നമ്മൾ കാരക്കയെ കണക്കിരിക്കുന്ന ഒരു ടൈപ്പ് ഫ്രൂട്ടാണ് ഇത് കേട്ടോ. കാരക്കയുടെ അരിയാണ് ഇതിനകത്ത് അകത്ത് വരുന്നത്. അത് ഒത്തിരി പിടിച്ചു കിടപ്പുണ്ട് ഇവിടെ. മുള്ളുണ്ട്, കഴിക്കാത്ത മുള്ളുമുണ്ട്. വിളഞ്ഞത് നോക്കി പിടിച്ചാൽ മുള്ളുണ്ട് കേട്ടോ. നമുക്ക് ഓസ്ട്രിച്ചിനെ കണ്ടിട്ട് വരാം. കണ്ടോട്ടാണ്, നമ്മൾ ക്യാമറ കണ്ടോട്ടാണ് മാറി മാറി പോകുക കേട്ടോ. ഇല്ല, നമ്മൾ ക്യാമറ കണ്ടോട്ടെ ഓടി പോവുക. ആളൊരു ചക്ക ജില്ലയാണ്. എന്താ
കഴിക്കാനൊന്നും കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. അതാണ് ഇത് കണ്ടോ, ഓറഞ്ച് പിടിച്ചിരിക്കുന്നുണ്ടോ, ഓറഞ്ചാണ് പിടിച്ചിരിക്കുന്നത്. തറയിലൊക്കെ ഒത്തിരി കിടപ്പുണ്ട്. ഈ ആടിനെ കണ്ടോ, ഒരു പ്രത്യേക തരം വെറൈറ്റി ആയിട്ടുള്ള ഒരു ആടാണ് കേട്ടോ. അതിന് താഴെ 2 ചെറിയ മണി പോലെ ഒരു സാധനം തൂക്കി കിടക്കുന്നുണ്ടോ. അത് ചെവി ഇരിക്കുന്നുണ്ടോ, ചെവി വ്യത്യസ്തമായിട്ടുള്ള ചെവി, സാധാരണ ആടിനെക്കാട്ടിയും വ്യത്യസ്തമായിട്ടുള്ള ചെവിയാണ് കേട്ടോ. കൊമ്പ് സാധാരണ കൊമ്പ് കണക്ക് തന്നെയാണ്, പക്ഷെ ചെവി ഉണ്ടോ. സാധാരണ ആടുകളുടെ ചെവി എന്ന് പറയുന്നത് താഴോട്ട് നീളത്തിലാണ് കിടക്കുന്നത്. ഇത് കണ്ടോ, ഇത് പട്ടിയുടെ ചെവിയാണ് കഴിക്കുന്നത് കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ള ആടുകളാണ്, ഒത്തിരി ഉണ്ട് കേട്ടോ ഇവിടെ, പലതരത്തിൽ. വേറൊരു വെറൈറ്റി ആടാണ് കേട്ടോ. ഇതിൻ്റെ വാലിന് നീളം കൂടുതലാണ് കേട്ടോ. അത് പ്രത്യേക തരത്തിലുള്ളൊരു വാലാണ്. അപ്പം നമ്മൾ ഇനി പോകുന്നത് ഒരു പക്ഷികളുടെ ലോകത്തേക്കാണ് കേട്ടോ. ഒത്തിരി തരത്തിലുള്ള പക്ഷികൾ. രസമുണ്ട്, പക്ഷെ നമ്മളെ കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ കയ്യിലെല്ലാം മൊത്തത്തിൽ പോറൽ വീഴും. അതാണൊരു പ്രശ്നം. ഒരാളെ കിട്ടിയിട്ടുള്ളൂ, ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. അത് കാരണം നമുക്ക് വലിയ പാടാണ് അത് എടുക്കാൻ. ഒരാളെ കിട്ടിയിട്ടുള്ളൂ. നമ്മൾ വിചാരിച്ച ആളുടെ നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഹൈലൈറ്റ് ആണ് കേട്ടോ ആള്. കാരണം നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു ആളിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് പാരറ്റാണ്, വേറൊരു വെറൈറ്റി ആയിട്ട്. വേറൊരു വെറൈറ്റി ആണ് കേട്ടോ. ഇത് പൊളി സാധനമാണ് കേട്ടോ. നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു കിളിയാണ് കേട്ടോ. നമ്മളായിട്ട് ഇണങ്ങുന്ന ഒരു പെട്ടെന്ന് ഇണങ്ങുന്ന ഒരു ടൈപ്പ് കിളിയാണ് കേട്ടോ. തൊട്ട് അല്ല, നമ്മളെ തോളത്ത് കയറി ഇരുന്ന് ആശാത്തി കേട്ടോ. നമ്മളായിട്ട് ഇണങ്ങുന്ന ടൈപ്പാണ് കേട്ടോ. അതാണ്ട നല്ല കളർഫുള്ളായിട്ടുള്ളതാണ് കേട്ടോ സാധനം. ആള് നമ്മളുടെ പുറത്തുനിന്ന് മാറുന്നില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കിളികൾ ഇവിടെ ഈ ഒരു സ്ഥലത്തുണ്ട് കേട്ടോ. ഇതൊരു ബേർഡിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സ്ഥലമാണ് കേട്ടോ ഇത്. പിന്നെ അതിനകത്തിരുന്ന് എന്തൊക്കെയോ ചെയ്യും. ടൈപ്പ് കിളികൾ ഇവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ. അത് പക്ഷേ നമ്മളെ കയ്യിലായിട്ട് വരത്തില്ല, വലിയ പാടാണ് വരാൻ. പിന്നെ റാബിറ്റ് ഉണ്ട്. ഇത് ഫുള്ള് ഈ ഒരു ഫാമിലി ഫുള്ളും കുമ്പളങ്ങയാണ് കേട്ടോ. കടിയങ്ക എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ. ഒരു ഫാമിൽ നിന്ന് പിച്ചിയ ചോളമാണ് കേട്ടോ. ഇവിടെ ചോളം പുഴുങ്ങി എടുക്കുന്നുണ്ട്. നമ്മൾ ഇനി പോകുന്നത് തക്കാളി ഫാമിലേക്കാണ് കേട്ടോ. തക്കാളി പിടിച്ച് കിടക്കുന്നുണ്ടോ. ഇവിടെ ഫുള്ളും തക്കാളി വിളഞ്ഞിട്ടില്ല, പച്ച കളറാണ്, എന്നാലും കുറച്ചൊക്കെ വിളഞ്ഞിട്ടുണ്ട്. ഇത് തക്കാളി ഫാമാണ്. ഇവിടുന്ന് നേരെ അങ്ങ് കിടപ്പുണ്ട് തക്കാളി.